INR എന്ന് പറഞ്ഞെങ്കിൽ ഇൻക്രിമെന്റ് രജിസ്റ്റർ എന്നാണ്. അതായത് ഫോർ എക്സാമ്പിൾ INR C എന്ന് പറഞ്ഞിട്ടാണ് ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഇൻസ്ട്രക്ഷൻ നടക്കുന്നതിന് മുമ്പ് സിയുടെ വാല്യൂ വന്നിട്ട് 04H ആണെന്നുണ്ടെങ്കിൽ ഈ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ആയി തീരുമ്പോഴേക്കും സിയുടെ വാല്യൂ എന്തായിട്ടുണ്ടാവും എന്ന് കഴിഞ്ഞാൽ 05 എന്ന് ആയിട്ടുണ്ടാകും. ഇത് ഡിക്രിമെന്റ് സി DCRC എന്ന് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മീനിങ് എന്താ സിയിൽ കിടക്കുന്ന വാല്യൂ 04 ആണെന്നുണ്ടെങ്കിൽ ഡിക്രിമെന്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരെണ്ണം എന്താണ് ഡിക്രിമെന്റ് ആയിട്ടുണ്ടാകും. ഇത് INR ആണ് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഇടേണ്ടത് രജിസ്റ്റർ ആയിരിക്കും. ഇത് INX ആണ് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രജിസ്റ്റർ അതായത് HL രജിസ്റ്റേഴ്സ് ഇല്ലേ അതിനെയാണ് ഉദ്ദേശിക്കുന്നത്. INR M എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ INR M ആണ് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ HL രജിസ്റ്റർ പാരയാണ് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ HL രജിസ്റ്റർ പാര് ഇപ്പൊ 2501 ഇരിക്കുന്നുണ്ടെങ്കിൽ ഈ ഇൻക്രിമെന്റ് M ഇൻസ്ട്രക്ഷൻ കഴിഞ്ഞിട്ട് HL പാരിന്റെ വാല്യൂ ഒരെണ്ണം ഇൻക്രിമെന്റ് ആയിട്ട് 2502 എന്ന് പറഞ്ഞിട്ട് ആയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഡിക്രിമെന്റ് ഇതും INX RP എന്ന് പറയുമ്പോഴേക്കും ഇതുപോലെ തന്നെ രജിസ്റ്റർ പാരിലുള്ള വാല്യൂ വന്നിട്ട് എന്താകും ഇൻക്രിമെന്റ് ആകും. ഡിക്രിമെന്റ് എന്ന് പറയുമ്പോഴേക്കും ആ മെമ്മറി വാല്യൂ വന്നിട്ട് ഡിക്രിമെന്റ് ആയിട്ടുണ്ടാകും. DAA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെസിമൽ അഡ്ജസ്റ്റ് അക്യുമുലേറ്റർ ആണ്. ഇത് നമ്മൾ കൂടുതലും BCD അഡിഷൻ സബ്ട്രാക്ഷൻസ് വരുമ്പോൾ ഇത് യൂസ് ചെയ്യുന്നതാണ് ഈ ഇൻസ്ട്രക്ഷൻ ഡെസിമൽ അഡ്ജസ്റ്റ് അക്യുമുലേറ്റർ എന്ന് പറഞ്ഞത്. അടുത്തത് നമുക്ക് ലോജിക്കൽ ഗ്രൂപ്പ് എന്നാണ് നോക്കാം. ലോജിക്കൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ പറയുന്ന പെർഫോമൻസ് ചെയ്യുന്നത് അതായത് ആൻഡ് ഓർ XOR കമ്പയർ റൊട്ടേഷൻ ഇങ്ങനെ വരുന്ന എക്സാമ്പിൾസ് എല്ലാം ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസിൽ പെടുന്നതായിരിക്കും. ആൻഡ് ഇപ്പൊ ANA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. A രജിസ്റ്റർ വാല്യൂ ടു ദ ഈ പറഞ്ഞിരിക്കുന്ന രജിസ്റ്ററിനുള്ള വാല്യൂ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ANA ഒരു രജിസ്റ്റർ ഏതെങ്കിലും നമ്മൾ ഇവിടെ ഇടുക. മീനിങ് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ B രജിസ്റ്ററിൽ കിടക്കുന്ന വാല്യൂ ആയിട്ട് A രജിസ്റ്ററിൽ കിടക്കുന്ന വാല്യൂ ആയിട്ട് നമ്മൾ ആൻഡ് ഓപ്പറേഷൻ ആണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അടുത്ത് ANAM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന മെമ്മറിയിൽ കിടക്കുന്ന വാല്യൂവും അക്യുമുലേറ്ററിൽ കിടക്കുന്ന വാല്യൂമായിട്ട് ആൻഡ് ഓപ്പറേഷൻ ആണ് ചെയ്യാൻ പറ്റുന്നത്. ANI ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഡേറ്റ ഇൻസ്ട്രക്ഷനിൽ നേരിട്ട് തന്നിട്ടുണ്ടെന്നാണ്. ഇവിടെയൊക്കെ ഡേറ്റ എന്താണെന്ന് നമുക്ക് മനസ്സിലാവില്ല, ആ രജിസ്റ്ററിൽ പോയി നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവുള്ളൂ. പക്ഷേ ഇങ്ങനത്തെ ഒരു ഇൻസ്ട്രക്ഷൻ വരുവാണെന്നുണ്ടെങ്കിൽ I വന്നിട്ടുണ്ടെങ്കിൽ ഡേറ്റ ഇൻസ്ട്രക്ഷനിൽ തന്നെ ഉണ്ടാകും. ആ ഡേറ്റാവായിട്ട് Aയിൽ കിടക്കുന്ന അക്യുമുലേറ്ററിൽ കിടക്കുന്ന വാല്യൂ ആയിട്ട് ആൻഡ് ഓപ്പറേഷൻ ആണ് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇതേപോലെ തന്നെ ഓർ ഓപ്പറേഷൻ വരും. ഓർ രജിസ്റ്റർ വെച്ചിട്ട് ഓർ മെമ്മറി വെച്ചിട്ട് ഓർ ഇമീഡിയറ്റ് ഡേറ്റ വെച്ചിട്ടായിരിക്കും വരുന്നത്. ഇതുപോലെ തന്നെയാണ് XOR ലോജിക്കൽ ഓപ്പറേഷൻസ് വെച്ചിട്ട്. ഓക്കെ, അടുത്തത് കോംപ്ലിമെന്റ് ഓപ്പറേഷൻ, കോംപ്ലിമെന്റ് അക്യുമുലേറ്റർ. ഇത് കോംപ്ലിമെന്റ് ക്യാരിയുടെ ഫ്ലാഗ് വെച്ചിട്ട് ഇത് വന്നിട്ട് സെറ്റ് ക്യാരി സ്റ്റേറ്റസിന്റെ ഇത് വെച്ചിട്ട് ഇത് കമ്പാരിസൺ ആണ്. ഇത് കമ്പാരിസൺ വിത്ത് മെമ്മറി രജിസ്റ്റർ ആണ്. ഇത് കമ്പയർ ഇമീഡിയറ്റ് ഡേറ്റ വിത്ത് അക്യുമുലേറ്റർ ആണ്. അതായത് ഒരു ഡേറ്റാവെയും അക്യുമുലേറ്ററിൽ കിടക്കുന്ന വാല്യൂവെയും കമ്പാരിസൺ ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ സെക്കൻഡ് ബൈറ്റ് ആയിട്ട് വരുന്നതാണ് എന്ത് നമ്മളിവിടെ സബ്ട്രാക്ഷൻസ് ചെയ്യും. കമ്പാരിസൺ ഓപ്പറേഷൻസ് എന്ന് പറയുമ്പോഴേക്കും അക്യുമുലേറ്ററിൽ കിടക്കുന്ന വാല്യൂ ഈ പറയുന്ന ഡേറ്റാവിന് സബ്ട്രാക്ഷൻ ചെയ്തിട്ട് അങ്ങനെയാണ് നമ്മൾ കമ്പാരിസൺസ് നടക്കണം എന്നുള്ള കാര്യമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അടുത്തത് RLC എന്ന് പറഞ്ഞത് റൊട്ടേറ്റ് അക്യുമുലേറ്റർ വിത്ത് ലെഫ്റ്റ് എന്നാണ്. അതായത് ഇതും ലോജിക്കൽ ഓപ്പറേഷൻസിൽ പെടുന്നതാണ്. അതായത് ഫോർ എക്സാമ്പിൾ അക്യുമുലേറ്ററിൽ കിടക്കുന്ന വാല്യൂ ഇത് ഇങ്ങനെ ഒരു വാല്യൂ ആയിരിക്കില്ല, 8 ബിറ്റ് വാല്യൂ ആയിരിക്കും. ക്യാരി ഫ്ലാഗ് ഇല്ലേ അതിൽ കിടക്കുന്ന വാല്യൂ ഏതെങ്കിലും 0 or 1 ആയിരിക്കും. അപ്പോൾ ഈ ഇൻസ്ട്രക്ഷൻ RLC എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുമ്പോഴേക്കും എന്താ സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന അതായത് D7 എന്ന് പറഞ്ഞ ബിറ്റിൽ ഇരിക്കുന്ന വാല്യൂ ഇങ്ങനെ റൊട്ടേറ്റഡ് ആയിട്ട് ഇവിടെ വന്ന് കയറി ഇങ്ങനെ കിടക്കുന്നതായിരിക്കും. അതാണ് ഇവിടെ ആരോ ഇത് വന്നിട്ട് തന്നിരിക്കുന്നത് കേട്ടോ. A0 കിടക്കുന്ന അതായത് ഇവിടെ അക്യുമുലേറ്ററിൽ കിടക്കുന്ന D0 ബിറ്റില്ലേ D0 ബിറ്റിൽ കിടക്കുന്ന വാല്യൂ വന്നിട്ട് എന്താകും റൊട്ടേറ്റഡ് ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ടാകും. അതേസമയത്ത് ഇവിടെ കിടക്കുന്ന വാല്യൂ ക്യാരി ഫ്ലാഗിലോട്ട് മൂവ്മെന്റ്സ് ആയിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ അക്യുമുലേറ്ററിൽ കിടക്കുന്ന വാല്യൂ 35 ആണെന്ന് വിചാരിച്ചു, ക്യാരി ഫ്ലാഗിൽ കിടക്കുന്ന വാല്യൂ 1 ആണെന്ന് വിചാരിച്ചു. അപ്പൊ ഈ ഇൻസ്ട്രക്ഷൻ പ്രകാരം RLC എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ പ്രകാരം എന്ത് സംഭവിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ Aയിലുള്ള വാല്യൂ 35 ആണ്. അപ്പൊ ഈ 35 ബൈനറി ആയിട്ട് എഴുതുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതും 0011 01 അല്ലെ, ഇതാണ് Aയിൽ കിടക്കുന്ന വാല്യൂ. ഓക്കെ, ഇനി ക്യാരി ഫ്ലാഗിൽ 1 ആണ് കിടക്കുന്നത്. അപ്പൊ ക്യാരി ഫ്ലാഗിന്റെ അവിടെ ഇത് വന്നിട്ട് 1 എന്ന് പറഞ്ഞിട്ടായിരിക്കും